കെ ശശിക്കെതിരെ പാലക്കാട്ടെ CPM നേതാക്കൾ. ശശിക്കൊപ്പം നിൽക്കാത്തവർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച് ഇല്ലാതാക്കുമെന്ന് CPM ജില്ലാ സെക്രട്ടറി അംഗം വി ചെന്താമരാക്ഷൻ പറഞ്ഞു. പീഡന വീരനെ വിശുദ്ധനാക്കാൻ UDF ശ്രമിക്കുന്നതായി CPM ശ്രീകൃഷ്ണപുരം ഏരിയ സെക്രട്ടറിയും പറഞ്ഞു. അതിനിടെ ശശിക്ക് വ്യക്തികേന്ദ്രീകൃതമായ താൽപര്യമാണെന്നും CPMന്റെ സെക്രട്ടറിമാർ മാറുമ്പോൾ പാർട്ടി സമ്പ്രദായം മാറില്ല എന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഒരിക്കൽ ഈ PK ശശിയെ അങ്ങ് ചേർത്ത് നിർത്തിയ സഖാക്കൾ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളാണ് ഇന്നിപ്പോൾ പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നത്. അന്ന് പീഡനത്തിന്റെ പേരിൽ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ എല്ലാം ക്രൂശിച്ചപ്പോഴും പറഞ്ഞത് ആ പീഡനത്തിന്റെ തോത് അല്ലെങ്കിൽ തീവ്രത കുറവാണ്, അതുകൊണ്ട് നടപടി വേണ്ട എന്നാണ്. ഇപ്പോൾ ആ പാല് കൊടുത്ത കൈ തന്നെ തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ പാലക്കാട്ടെ CPM നേതാക്കൾ PK ശശിക്കെതിരെ ഇപ്പോൾ എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്? അരുൺ. അശ്വതി, പ്രധാനമായിട്ടും ഈ PK ശശിയെ നമുക്കറിയാം, ശശിക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്ന സമയത്ത് അന്ന് സംരക്ഷിച്ചത് ഇതേ CPM ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പാലക്കാട് കോട്ട മൈതാനിയിലെത്തി ശശിയെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചകളായിരുന്നു അന്ന് കാണാൻ കഴിഞ്ഞത് എങ്കിൽ ഇന്നിപ്പോൾ ശശി പാർട്ടിക്കെതിരെ ജില്ലാ സെക്രട്ടറിക്കെതിരെയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണ്, കള്ളിൽ സ്പിരിറ്റ് കലക്കി കച്ചവടം ചെയ്യുന്ന വ്യക്തിയാണെന്നും അതുപോലെ DYFIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസായ യൂത്ത് സെൻറ്ററിൽ കഞ്ചാവ് യുവാക്കൾക്ക് നൽകുന്നു, അങ്ങനെ കഞ്ചാവ് നൽകുന്നത് ജില്ലാ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റും ചേർന്നാണെന്നൊക്കെ ഉള്ള വളരെ നിശിതമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലൊക്കെ നടത്തിയതിന് പിന്നാലെ ഇപ്പോൾ ശശിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നിരവധി CPM അതുപോലെ തന്നെ DYFI നേതാക്കൾ എന്നുള്ളതാണ്. അതിൽ തന്നെ മണ്ണാർക്കാട്ടെ CPMന്റെ ഏരിയ സെക്രട്ടറിയായ NK നാരായണൻകുട്ടി പറയുന്നത് ശശി പോയതോടുകൂടി സ്ത്രീകൾക്ക് പാർട്ടി ഓഫീസിലേക്ക് വരാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. മുൻപ് തറവാട്ടിൽ പിറന്ന ഒരു സ്ത്രീകൾക്കും CPMന്റെ മണ്ണാർക്കാട്ടെ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ശശി കാരണം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ ശശി പോയതോടുകൂടി സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ഇപ്പോൾ പാർട്ടി ഓഫീസിൽ വരാവുന്ന സ്ഥിതിയാണ് എന്നുള്ള തരത്തിൽ ശശിക്കെതിരെയുള്ള വിമർശനമാണ് NK നാരായണൻകുട്ടി നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയായി റിയാസുദ്ദീനും സമാനമായ രീതിയിൽ തന്നെ ശശി കാരണം പലതരത്തിൽ സ്ത്രീകൾക്ക് ദുരിതം അനുഭവിക്കുന്ന സ്ഥിതിയായിരുന്നു. പ്രത്യേകിച്ച് ഒരു സഖാവിന് കർക്കിച്ച് ശശിക്ക് മുഖത്ത് നോക്കി തുപ്പുന്ന സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട്. ശശി ഒരു സ്ത്രീ ലംബടനാണെന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റിയാസുദ്ദീൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം ശശിയെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലും റിയാസുദ്ദീൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ DYFIയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ജയദേവൻ്റെ ഭാഗത്തു നിന്ന് ശശിക്ക് നേരെ വധഭീഷണി ഉൾപ്പെടെ ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ ചെന്താമരാക്ഷൻ എന്ന മുൻ MLA ഉൾപ്പെടെ നിശിതമായ വിമർശനമാണ് ശശിക്കെതിരെ ഉന്നയിച്ചത്. അതേസമയം തന്നെ NN കൃഷ്ണദാസിൻ്റെ ഭാഗത്തു നിന്ന് ശശിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ശശിക്ക് വേണമെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നും ഒപ്പം ജില്ലാ സെക്രട്ടറിക്കും ശശിയും തമ്മിലുള്ളത് അവർ തമ്മിലുള്ള വ്യക്തിപരമായുള്ള കാര്യങ്ങളാണ് എന്ന തരത്തിലൊരു പ്രതികരണമായിരുന്നു NN കൃഷ്ണദാസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ CPMന്റെ വിവിധ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ശശിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശശിയുമായി ബന്ധപ്പെട്ട ശശിക്കെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്ന പരാതികൾ, അതിൽ പ്രധാനമായിട്ടും DYFI വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡന പരാതിയിൽ ശശിയെ പഴിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതേ പാർട്ടി തന്നെയായിരുന്നു, ഇതേ നേതാക്കൾ തന്നെയായിരുന്നു DYFI വനിതാ നേതാവിൻ്റെ പരാതി ഉണ്ടായിരുന്ന സമയത്ത് ശശിയെ ചേർത്ത് പിടിക്കുകയും അന്ന് പീഡനത്തിന്റെ ആരോപണ നിലയിൽ നിന്ന് PK ശശിയെ അന്നങ്ങ് ഈ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും എന്തിനേറെ പറയുന്നു, ഈ പാലക്കാട്ടത്തെ ഇപ്പൊ പറഞ്ഞ നേതാക്കളെല്ലാം അന്നങ്ങ് വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹത്തിനെ ഒരു ചെകുത്താട് രൂപത്തിലാണ് കാണുന്നത്. അതായത് ഇത്രയും നാൾ പാർട്ടിക്കകത്ത് നിന്നപ്പോൾ ഇവരാരും അറിഞ്ഞില്ല ഇദ്ദേഹം പീഡന വീരനാണെന്ന്. അന്ന് വിശുദ്ധനാക്കിയ CPM ഇപ്പോൾ ഇദ്ദേഹത്തെ ഒരു രാക്ഷസനായി കാണുമ്പോൾ എന്തായാലും പാലക്കാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്ന ഒരു കാഴ്ച പിളരുമോ പാർട്ടി എന്നാണ് ഉറ്റുനോക്കുന്നത്.
അശ്വതി, വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ കൗതുകരമായിട്ടുള്ള കാര്യം തന്നെയാണിത്. കാരണം നേരത്തെ ശശിയെ സംരക്ഷിച്ചു പിടിച്ചിരുന്ന, അതായത് ഒരു ഡിവൈഎഫ്ഐ വനിതാ നേതാവിൻ്റെ ലൈംഗിക പീഡന പരാതികൾ ഉണ്ടായിരുന്ന സമയത്ത് പോലും ചേർത്ത് പിടിച്ച അതേ പാർട്ടിയും ആ നേതാക്കളും ഇന്ന് ശശിയെ പീഡന വീരൻ എന്ന് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുന്ന കാഴ്ച ഒരു വശത്ത് കാണുന്നു. മറുവശത്താണെങ്കിൽ UDF, അന്ന് ശശിയെ പീഡന വീരൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന UDF ഇപ്പോൾ അതേ ശശിയെ ഒറ്റപ്പാലത്ത് അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും നടത്തുന്നു എന്നുള്ളതാണ്. ഏതായാലും PK ശശി ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം വിമത കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് നിശിത വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ CPM പ്രതിരോധത്തിലായി മാറിയിരിക്കുകയാണ് എന്നുള്ളതിൽ സംശയമില്ല. കാരണം പാലക്കാട് വിമതർ പല ഇടങ്ങളിൽ ഒത്തുകൂടിക്കൊണ്ട് പാർട്ടിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ആ വിമത നീക്കങ്ങളിൽ ശശിയെ പോലൊരു വ്യക്തിയെ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UDFും കൊണ്ടുപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ UDF ശശിയെ പോലൊരു വ്യക്തിയെ ഇത്തരത്തിൽ അവരുടെ പാളയത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് രാഹുലിൻ്റെ വിടവ് നികത്താൻ PK ശശിയിലൂടെ കഴിയുമെന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാവുന്ന സാഹചര്യമുണ്ട്. നിലവിലേതായാലും നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് ശശിയെ വെള്ളപൂശിയിട്ടുണ്ടായിരുന്ന ശശി ആ ഒരു ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന സമയത്ത് ഡിവൈഎഫ്ഐയുടെ വനിതാ നേതാവിനെ പാർട്ടിയിൽ ഒരു സ്ഥാനങ്ങളിലും ഇല്ലാതെ ഒതുക്കി തീർക്കുകയും ശശിയെ പൂർവാധികം ശക്തിയോടെ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിനും KTDCയുടെ ചെയർമാനൊക്കെ ആക്കുന്നതിനൊക്കെ പാർട്ടിയായിരുന്നു അന്ന് ശ്രമിച്ചതെങ്കിൽ അതേ പാർട്ടിയും അതേ നേതാക്കളും തന്നെ ഇപ്പോൾ ശശിയെ പാടെ തള്ളിപ്പറയുന്ന കാഴ്ച, പ്രത്യേകിച്ച് ശശിയുടെ ഈ പീഡന വിവരങ്ങൾ, പീഡന വാർത്തകൾ ഒക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് കൂടുതലായിട്ടും. അതിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ പ്രതികരണങ്ങളായിട്ട് മാധ്യമങ്ങൾക്ക് പാലക്കാട് പാർട്ടിയെ മുഴുവൻ ശശി ആക്കിക്കൊണ്ടാണ് ശശി ഇപ്പോൾ ഓരോരോ ആരോപണങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും തുറന്നു പറയുന്നത്. ഇത് പാർട്ടിയെ നെടുകെ പിളർക്കാൻ കെൽപ്പുള്ള ആരോപണങ്ങൾ എന്ന് തന്നെ നിസ്സംശയം പറയാം. അരുണാണ് പാലക്കാട് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്.